Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ബാംബു കോർപ്പറേഷനെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കണമെന്നും ഈറ്റപ്പനമ്പ് വ്യവസായത്തിലെ തൊഴിലാളികളെ സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യണമെന്ന ആവശ്യം ഡിസംബർ 21-ന് ബാംബു കോർപ്പറേഷൻ ഹെഡ് ഓഫീസിന്റെ മുൻപിൽ ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ കോർപ്പറേഷൻ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വകാര്യ കച്ചവടക്കാരുടെ ചൂഷണത്തിൽ നിന്ന് ഈ പാവങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ബാംബു കോർപ്പറേഷൻ രൂപീകരിച്ചത്. ഇപ്പോ 53 വർഷമായി. ഇപ്പൊ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈറ്റപ്പനമ്പ് തൊഴിലാളികളിൽ ജോലി ചെയ്തിരുന്ന നെയ്ത്ത് കേന്ദ്രങ്ങളൊക്കെ അടച്ചു, ഡെപ്പോകളും അടച്ചു. എന്നിട്ട് ഈറ്റ സ്വകാര്യ കച്ചവടക്കാർക്ക് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ബാംബു കോർപ്പറേഷൻ നടക്കുന്നത് അതാണ്. എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ അത് ഉണ്ടാക്കിയത്, ആ ലക്ഷ്യത്തിന് നേരെ വിപരീതമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇപ്പൊ ബാംബു കോർപ്പറേഷൻ ചെയ്യുന്നത്. തൊഴിലാളികൾ നല്ലൊരു ഭാഗം ഇതിന് തിരിഞ്ഞുപോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നാൽ ജീവിക്കാൻ നിർവാഹമില്ല എന്ന സാഹചര്യത്തിൽ അവർ പലരും നിന്നുപോയി. പിന്നെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഈ തൊഴിലിൽ നിന്ന് അവർ വേർപെട്ടു. അങ്ങനെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുറെ പേര് ജീവിക്കുന്നത്. അങ്ങനെ ചുരുക്കത്തിൽ 6000 നെയ്ത്ത് തൊഴിലാളികളും 200ഓളം ഈറ്റപ്പെട്ട് തൊഴിലാളികളുമാണ് ഈ രംഗത്ത് നിന്ന് ശേഷിക്കുന്നത്. അവരുടെ സ്ഥിതിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്, വളരെ പരിതാപകരമായ ഒരു സ്ഥിതിയാണ്. ഈറ്റവെട്ട് പനമ്പ് നെയ്ത്ത് മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമത്തെ മുൻനിർത്തി 1971 രൂപീകരിച്ച പൊതുമേഖലാ സ്ഥാപനമായ ബാംബു കോർപ്പറേഷൻ അധികാരികളുടെ അനാസ്ഥയെ തുടർന്ന് അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. വെട്ടിക്കൊണ്ടുവരുന്ന ഈറ്റ നെയ്ത്ത് കേന്ദ്രങ്ങളിലും തൊഴിലാളികൾക്കും വിതരണം ചെയ്യാതെ സ്വകാര്യ കച്ചവടക്കാർക്ക് വിൽപ്പന നടത്തുന്നതുമൂലം തൊഴിലാളികൾ പട്ടിണിയിലാണ്. 1.5 കോടി രൂപയുടെ ബാംബു ബോർഡ് കെട്ടിക്കിടക്കുകയാണ്. 1 കോടി രൂപയുടെ പനമ്പ് വിവിധ നെയ്ത്ത് കേന്ദ്രങ്ങളിൽ കെട്ടിക്കിടക്കുന്നു. ഇത് വിറ്റഴിക്കുന്ന യാതൊരു നടപടിയും മാനേജ്മെന്റ് സ്വീകരിക്കുന്നില്ലെന്ന് ഭാരവാഹികൾ പറയുന്നു. 1.5 കോടി രൂപയുടെ ബാംബു ബോർഡോടെ കെട്ടിക്കിടപ്പുണ്ട് ഫാക്ടറിയിൽ. 1.5 കോടി രൂപയുടെ 1 കോടി രൂപയുടെ പനമ്പ് വിവിധ ഡെപ്പോകളിലും നെയ്ത്ത് കേന്ദ്രങ്ങളിലും കെട്ടിക്കിടപ്പുണ്ട്. ബാംബു ബോർഡ് അടയ്ക്കുന്നതിന് 2 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. തൊഴിലാളികളുടെ DA കുടിശ്ശിക നൽകുന്നതിന് 2 ഘട്ടമായി 12,60,00,000 രൂപ അനുവദിച്ചു. ഇതില് 8.5 കോടി രൂപയാണ് തൊഴിലാളികളുടെ DA വിതരണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ ഗവൺമെന്റിന്റെ സംസ്ഥാനത്തെ ഗവൺമെന്റിന്റെ സഹായം കുറേയേറെ ഈ സ്ഥാപനത്തിന് കിട്ടിയിട്ടുണ്ട്. കാര്യമില്ല. അവർക്കൊരു മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്, വ്യവസായ വകുപ്പ് മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. ഈ മെമ്മോറാണ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു അടിയന്തരമായ കോൺഫറൻസ് വിളിച്ച് ഈ പാവങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് മുഖ്യമായിട്ട് പറയാനുള്ളത്. അങ്ങനെ തയ്യാറാകാത്ത പക്ഷം ഈ 21-ാം തീയതി, ഈ മാസം 21-ാം തീയതി ബാംബു കോർപ്പറേഷന്റെ മുന്നിലേക്ക് ഞങ്ങളുടെ ഉള്ള ശേഷി ഉപയോഗിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തൊഴിലാളികളിൽ നല്ലൊരു ഭാഗം ഈ വ്യവസായം വിട്ടുപോയി. മുൻ ഗവൺമെന്റിന്റെ കാലത്ത് ലഭിച്ച ഈ സാഹചര്യത്തിൽ ബാംബു കോർപ്പറേഷനെയും പണിയെടുക്കുന്ന മുഴുവൻ തൊഴിലാളികളെയും സംരക്ഷിക്കാനും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും പനമ്പ് നെയ്ത്ത് കേന്ദ്രങ്ങളെ സജീവമാക്കി തൊഴിലാളികൾക്ക് യഥാസമയം ഈറ്റ വിതരണം ചെയ്ത് പനമ്പ് ശേഖരിച്ച് കൂലി യഥാസമയം ലഭ്യമാക്കണമെന്നും DA കുടിശ്ശിക അടിയന്തരമായി അനുവദിച്ച് നൽകണമെന്നും ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന കാലതാമസം ഒഴിവാക്കി കാലാനുസൃതമായി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് യഥാസമയം നൽകണമെന്നും ഡിപ്പോ തൊഴിലാളികളുടെയും ഫാക്ടറി തൊഴിലാളികളുടെയും ശമ്പളം മറ്റ് ആനുകൂല്യങ്ങളും യഥാസമയം വിതരണം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് തൊഴിലാളികൾ ഡിസംബർ 21-ന് ബാംബു കോർപ്പറേഷൻ ഹെഡ് ഓഫീസിന്റെ മുൻപിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് മുഖേന കളക്ട് ചെയ്യാനുള്ള തൊഴിലാളികൾ ഈ സീറ്റ് കോർപ്പറേഷനുണ്ട്, അവർ വിനിയോഗിച്ചവർ അത് തൊഴിലാളികൾ സാധ്യസ്ഥ കീപ്പ് ചെയ്ത് ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
ബാംബു കോർപ്പറേഷൻ ഓരോ കാലങ്ങളിലും വന്നിട്ടുള്ള കമ്മ്യൂണിറ്റി വികസന സെന്റർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കമ്മ്യൂണിറ്റി വികസന സെന്ററിന്റെ ഉദ്ദേശം തന്നെ ഈ മേഖലയിൽ പണിയെടുക്കുന്ന സ്ത്രീ തൊഴിലാളികൾ ഉൾപ്പെടെ ഒരു സ്റ്റാറ്റസ് കീപ്പ് ചെയ്ത് ജോലി ചെയ്യുന്നത്, അതിൻ്റെ ഈ വ്യവസായത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിറ്റി വികസന സെന്റർ ആരംഭിച്ചത്. എല്ലാ കമ്മ്യൂണിറ്റി വികസന സെന്ററും അടഞ്ഞുകിടക്കാം. ഒരു കമ്മ്യൂണിറ്റി വികസന സെന്റർ പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ നാമമാത്രമായി 1-2 പ്രവർത്തിക്കുന്നത് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ഒന്ന് ഈറ്റ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് കമ്മ്യൂണിറ്റി വികസന സെന്റർ തുടങ്ങാൻ വേണ്ടി ഭൂമി ലീസിനെടുത്തിട്ടാണ് ഇത് ആരംഭിച്ചത്. ആ ലീസ് തുക ഉടമയ്ക്ക് കൊടുക്കാത്തതുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ അവിടെ ലീസ് എമൗണ്ട് കടം വന്നപ്പോൾ ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞ്